തൃശൂർ കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. കാലവർഷം ആരംഭിച്ച സമയത്ത് തന്നെ ഈ പ്രദേശത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിനെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണോ? സേതു, അത്ര കണ്ട ആശങ്കയ്ക്ക് ഇടയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലവർഷം ആരംഭിച്ച സമയത്ത് തന്നെ നേരിയ തോതിൽ കുതിരാൻ മാലയുടെ തുരങ്കത്തിന്റെ ഭാഗത്ത് പടിഞ്ഞാറേ മുഖത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. അത് കുറച്ചുകൂടി മഴ ശക്തമായപ്പോൾ നേരിയ തോതിൽ കുറച്ചുകൂടി മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. മലയുടെ പാറക്കെട്ടിന് മുകൾ ഭാഗത്ത് മണ്ണാണ് ഇടിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര കണ്ട് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജില്ലാ ഭരണകൂടവും ഹൈവേ അതോറിറ്റിയും അടക്കം ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇരട്ട കുഴൽ തുരങ്ക പാത എന്നുള്ള നിലയിലാണ് കുതിരാൻ പ്രശസ്തമാകുന്നത്. പാലക്കാട്, തൃശൂർ ജില്ലകളുടെ കടന്നു പോകാൻ നേരത്തെ കുതിരാൻ മലയിലൂടെ വലിയ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിന് പരിഹാരമായി നിർമ്മിക്കപ്പെട്ടതാണ്. 1 കിലോമീറ്ററിനടുത്ത് ഈ ദൂരമുള്ള പാത കുതിരാൻ മല പൂർണ്ണമായും തുറന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തുരങ്കപാത യാഥാർത്ഥ്യമാക്കിയത്. ഏറ്റവും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കുതിരാൻ ടണലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടാകുന്നത് എത്ര കണ്ട് ആശങ്കയ്ക്കിടയുണ്ടാക്കുമെന്നുള്ള കാര്യം സംശയകരമാണ്. എങ്കിൽ പോലും സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി ഹൈവേ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും അടക്കം ഇക്കാര്യത്തിൽ ഒരു പരിശോധനകൾ നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. സേതു, ശരി ലെവിൻ, ശരി. അപ്പോൾ കുതിരാൻ ഭാഗത്ത്, തുരങ്കത്തിന്റെ ഭാഗത്ത് ചെറിയ മണ്ണിടിച്ചിലുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല, നിലവിലില്ല. എങ്കിലും നമ്മൾ ആ ഭാഗത്തുകൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർ ഒന്ന് കരുതലോടുകൂടി മുന്നോട്ട് പോകൂ. പത്തനംതിട്ട